ചിക്കൻ ബോക്സ് തുടങ്ങുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അതിനെ മൊത്തമായിട്ട് അങ്ങ് ശമിപ്പിച്ച് കളയാം. പക്ഷേ നമ്മൾ ആയുർവേദത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മുഴുവൻ ഈ മരുന്ന് കഴിച്ച് ഇത് മുഴുവൻ ദേഹത്തായതിനു ശേഷമേ ഇത് പൂർണ്ണമായും മാറുകയുള്ളൂ എന്ന് പറയും. ചിക്കൻ ബോക്സ് കുരു വന്ന് പോകുന്നതാണോ നല്ലതെന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, അതോ അത് വരുമ്പോഴേ ഇങ്ങനെ ഇല്ലാതാക്കുന്നതാണോ നല്ലതെന്നാണോ മനസ്സിലുള്ളത്? എന്റെ മനസ്സിലുള്ളത് വരുമ്പോഴേ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. വീണയെ റെപ്രസെന്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത ടോക്സിൻസിന്റെ പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയ. നോക്കൂ സുഹൃത്തുക്കളെ, ഈ ആയുർവേദം, ഹോമിയോപ്പതി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പേഴ്സണലി ഞാൻ അത്ര അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഞാനത് തെറ്റാണെന്ന് പറയുന്നില്ല. ആയുർവേദത്തിൽ പല ചികിത്സകളും നമ്മൾ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. പണ്ട് മുതലേ, അതായത് നമുക്ക് ഈ പറയുന്ന മോഡേൺ മെഡിസിൻ നമ്മൾ ഡിസ്കവർ ചെയ്ത് നമ്മൾ അതിൽ അഡ്വാൻസ്ഡ് ആവുന്നതിന് മുന്നേ നമ്മുടെ പല ചികിത്സാ രീതികളും ആയുർവേദം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പച്ചമരുന്നുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. സോ അപ്പോൾ അതിന്റെ കാലഘട്ടം കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. നമുക്കിപ്പോൾ ഒരു പനി വന്നാലോ, നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാലോ, നമുക്കൊരു അസുഖം വന്നോ, നമ്മൾ ആദ്യം പോകുന്നത് ആയുർവേദ ഹോസ്പിറ്റലാണോ? നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോഴും ഈസി ആയിട്ട് നമുക്ക് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആയുർവേദം എന്ന് പറഞ്ഞ സാധനം ചൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ഇനി സെക്കൻഡ്, ഈ ആയുർവേദത്തിനകത്ത് ഇതുപോലെ പല സ്യൂഡോ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് കുറേ മതം കലർത്തിയിട്ടുള്ളതും ആചാരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകൾ ഉൾപ്പെടുത്തി പല വ്യാജ വൈദ്യന്മാരും വന്ന് പലരെയും ജീവന് വരെ അപകടം ഉണ്ടാക്കുന്ന പല ന്യൂസുകളും നമ്മൾ കണ്ടതാണ് മുമ്പൊക്കെ. ഈ ഉഴിച്ചില് പിഴിച്ചില് അതുപോലെ കുറച്ച് അലർജിയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് കൂടുതലും ആയുർവേദത്തിൽ ചികിത്സകൾ കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സോറിയാസിസ് പോലെ അസുഖങ്ങൾ, പിന്നെ ഈ നടുവേദന, ഉഴിച്ചില്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ശാരീരികത്തിന് വേദന മാറുക, അല്ലെങ്കിൽ അകത്ത ഞരമ്പുകൾ പിഴഞ്ഞെടുക്കുക, രക്തം ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പൂർണ്ണമായും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അഡ്വാൻസ്ഡ് ഉള്ള മെഡിക്കൽ സയൻസ് ഇവിടെ ഉള്ളപ്പോൾ അത് നമ്മൾ എടുത്താൽ പോരാ, നമുക്ക് അതിനെ ആശ്രയിച്ചാൽ മതിയല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം കൂടുതൽ പേരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ആയുർവേദം മുമ്പുണ്ടായിരുന്ന സമയത്തൊക്കെ ആൾക്കാരുടെ ആയുസിന്റെ അളവ് നിങ്ങൾ നോക്കൂ. നമ്മൾ ഇപ്പോഴാണ്, ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ആയുസിന്റെ ബലം അല്ലെങ്കിൽ ആയുസ് നീട്ടി കിട്ടിയിരിക്കുന്നത് ഈ സമയത്താണ്. കാരണം ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആയുർവേദം കൊണ്ടൊന്നും സാധ്യമല്ലായിരുന്നു ഒരു സമയത്തും. പിന്നെ അത് പറയാം, അതിന് പാർശ്വഫലങ്ങളില്ല, അതിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയും. നോക്കൂ, ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് കെമിക്കൽസ് തന്നെയാണ്. ഈ മോഡേൺ മെഡിസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ഗുളികളിലും ഒക്കെ കെമിക്കൽ കമ്പോണൻസ് തന്നെയാണ് ആയുർവേദത്തിനകത്ത് നമ്മൾ ഈ ചെടികളിലൊക്കെ ഇരിക്കുന്നതും. അതും കെമിക്കൽസ് തന്നെയാണ്. ഓക്കെ, സോ അത് നാച്ചുറൽ ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് കുഴപ്പമില്ലല്ലോ, സൈഡ് എഫക്ട്സ് ഇല്ലെന്നൊക്കെ പറയും. സൈഡ് എഫക്ട്സ് രണ്ടും ഇല്ലാത്തതിൽ, രണ്ട് സാധനങ്ങളിലും സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുകൊണ്ട്, രണ്ടിലും സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട്. സോ ബേസിക്കലി ഞാൻ തെറ്റാന്നല്ല പറയുന്നത്. നമുക്ക് അതിനെ ആശ്രയിക്കേണ്ട ആവശ്യം ഇപ്പം നമുക്കില്ല. നമുക്ക് മോഡേൺ മെഡിസിൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട്, അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് വേറൊരു വാദമാണ്. നമുക്ക് മോഡേൺ മെഡിസിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം മതി.